പുഴയിലൂടെ ഓടിച്ചിട്ടൊരു കൊമ്പനെ പിടിച്ച് അവനെ കറി വെച്ചും പൊരിച്ചും ഒക്കെ തിന്നുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാനിന്ന് വന്നേക്കുന്നത്. ഇന്ന് മീൻ പിടിക്കാനായിട്ട് ഉണ്ണിച്ചേട്ടനെയും കൂട്ടിക്കൊണ്ട് നിസാമുക്കയുടെ അടുത്തായിട്ട് വന്നേക്കണേ. അപ്പോൾ ഞാനും ഉണ്ണിച്ചേട്ടനും നിസാമുക്കയും പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുകളെയും കൂടി നിസാമുക്കയുടെ ബോട്ടിൽ പോയിട്ട് മീൻ പിടിക്കാനുള്ള പ്ലാനാണ്. നമ്മൾ അതിനെ ട്രോൾ ചെയ്താണ് മീൻ പിടിക്കാൻ പോകുന്നത്. ലൂറ് നമ്മൾ വെള്ളത്തിലേക്ക് എറിഞ്ഞിട്ട് വെള്ളത്തിലൂടെ ബോട്ട് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ മീൻ പുറകെ വന്ന് അടിക്കും. ആ രീതിയിലാണ് നമ്മൾ ഇന്ന് മീൻ പിടിക്കാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പെട്ടെന്നാണ് നമുക്ക് ആ സ്ട്രൈക്ക് കിട്ടിയത്. കിണ്ണ സാധനം ചാടിട്ടോ. കാളാഞ്ചി അടിപൊളി. നിസാമൊക്കെയാണ് ഫസ്റ്റ് മീൻ അടിച്ചേക്കണേ. പൊളി എറ്റാ പോലെ അടിപൊളി കിണ്ണ കാളാഞ്ചി പൊളി. ആഹാ, ഇന്ന് രാത്രിത്തേക്ക് പൊളിക്കാനല്ലേ? ഇന്ന് ശിവരാത്രി പൊളിക്കുന്നു. കാളാഞ്ചി പൊളി മോനെ. കാളാഞ്ചി ചാടി പൊങ്ങിട്ട് ഏമട്ട സമയം. കിട്ടി 5 കിലോ ഉറപ്പാണ്. അടിപൊളി കേട്ടോ. അടിപൊളി കാളാഞ്ചി കേട്ടോ. ഒരു 5 കിലോ എന്തായാലും പൊളി സാധനം കേട്ടോ. ഇവിടെ മീനെ ശരിക്കും കാണിച്ചു തരണത് എണ്ണ സാധനം കേട്ടോ. അടിപൊളി കാളാഞ്ചി കേട്ടോ. പൊളി സാധനം കേട്ടോ. 5 അല്ല 5 മുകളിലുണ്ടത് അല്ലേ? 5 അല്ല, പിള്ളേർക്ക് ഭാഗ്യമുണ്ട്. പൊളി 5 അല്ല 5 മുകളിലുണ്ട്. സുഖമായിട്ട് 5 മുകളിലുണ്ട്. കയ്യിൽ കിട്ടിയ കൊമ്പനെ പിടിച്ച് ഐസ് പെട്ടിയിലിട്ടപ്പോൾ ഐസ് പെട്ടി നിറഞ്ഞോ കിടക്കണ കിടപ്പ് കണ്ടോ. ആഗ്രഹിച്ച പോലെ തന്നെ ഒരു അടിപൊളി മീനെ കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര ഓണായി, ഭയങ്കര സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ പുഴയിലൂടെ ബോട്ട് ഓടിച്ച് ഞങ്ങൾ ആഘോഷിച്ചു. കൂട്ടത്തിൽ അതുപോലെ പൂത്തിരി കത്തിച്ചു കേട്ടോ. ശരിക്കും ശിവരാത്രി ആഘോഷിക്കാൻ വേണ്ടി മേടിച്ചു വെച്ച പൂത്തിരിയൊക്കെയാണ്. ഇതെല്ലാവരും കത്തിച്ച് വളരെ സന്തോഷത്തോടുകൂടി തിരിച്ച് നിസാംകാട് റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ഇവനോട് വെട്ടി കണ്ടിച്ച് നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ. ഇതിൻ്റെ തൂക്കം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് പറ്റിയ ഒന്ന് ഗസ് ചെയ്തെടുക്കട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ കാളാഞ്ചിക്കുട്ടിൻ്റെ ചെതമ്പല് ചെയ്തെടുക്കാം കേട്ടോ. കയ്യിൽ കിട്ടിയ കത്തി കുറച്ച് മോശമായിരുന്നെങ്കിലും നിസാമൊക്കെ ഈ കാര്യത്തിൽ എക്സ്പേർട്ട് ആയതുകൊണ്ട് ഈ പരിപാടി കുറച്ച് ഈസിയാണ് കേട്ടോ. ആളാണെങ്കിൽ ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ഷെഫാണ്. ആളാണെങ്കിൽ ആ പുഴക്കറിയിലിട്ട് നല്ല കോഴിക്കോടൻ ഹലുവ ചെത്തുന്ന ഒരു ലാഘവത്തോടെ മീൻ്റെ ചെതുമ്പലും സൈഡിൽ നിന്ന് പോലെ ചെത്തിയാണ് ക്ലീൻ ചെയ്തെടുക്കുവാണ്. അങ്ങനെ ഈ ചെതുമ്പല് മുഴുവൻ ചെത്തി കളഞ്ഞതിന് ശേഷം അവസാനമായിട്ട് നമുക്ക് ആ പുഴവെള്ളത്തിൽ തന്നെ ഒന്നുകൂടി നന്നായിട്ട് പിന്നെ മുക്കി പൊക്കി കഴുകിഞ്ഞെടുക്കുക കേട്ടോ. കഴുകി എടുത്തതിന് ശേഷം വേണം ഇനി ഒരു വാലും ചെറുക്കൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് വേണം പീസാക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നല്ലപോലെ അവരൊന്ന് മുക്കി പൊക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചിറകൊക്കെ അത് വെട്ടിക്കളയാം. അതിനുശേഷം നമുക്കിതിൻ്റെ പീസ് ആക്കണം കേട്ടോ. കിട്ടിയ കത്തിക്ക് മൂർച്ച കുറവാണെങ്കിലും നിസാമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അവനെ പീസാക്കി തരുന്നുണ്ട് കേട്ടോ. വറക്കാനുള്ള പീസും അതുപോലെ കറി വെക്കാനുള്ള പീസ് നമ്മൾ പ്രത്യേകം മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മീനിൻ്റെ മുതുഭാഗത്തുള്ള നല്ല പീസുകൾ നമ്മൾ വറക്കാനായിട്ട് എടുക്കുകയും വയർഭാഗത്തും വരുന്ന പീസുകളും അതേപോലെ തലഭാഗവും കൂട്ടി നമ്മളൊരു അടിപൊളി പാലൊഴിച്ച കറി വെക്കാനുമാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക്, അതേപോലെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് നാരങ്ങാനീര് എന്നിവ ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. മീൻ കഷ്ണം കയ്യിലെടുത്ത് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ കൈകൊണ്ട് മസാല അങ്ങോട്ട് പുരട്ടി കൊടുക്കണം കേട്ടോ. എന്നാലാണ് നല്ലപോലെ ഇതിനകത്തേക്ക് പിടിക്കുള്ളൂ കേട്ടോ. ഇവനെങ്ങനെ മസാല തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം നമുക്ക് അടുത്ത പരിപാടി നോക്കാൻ കേട്ടോ. ബാക്കി വന്ന കഷ്ണങ്ങളും അതേപോലെ നമ്മുടെ തലയും കൂടി ഇട്ടിട്ട് നമ്മളൊരു അടിപൊളി പാല് പിഴിഞ്ഞ കറി വെക്കുക കേട്ടോ. കറിയൊക്കെ നല്ലപോലെ തിളച്ചിങ്ങ് വരുമ്പോൾ തന്നെ അതിൻ്റെ മണം അടിച്ചിട്ട് ഒരു രക്ഷയിലാണ് അവിടെ നിൽക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മീൻകറി നല്ല അടിപൊളിയായിട്ട് ഉരുളിയിൽ കിടന്ന് തിളച്ചിങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവനെ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ അടുത്ത പരിപാടി തുടങ്ങുവാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റൗവിലേക്ക് നമ്മൾ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ വാരിയിട്ട് ബട്ടറിലാണ് നമ്മുടെ മീൻ വറുത്തെടുക്കാനായിട്ട് പോകുന്നത്. ബട്ടർ ചൂടായി കഴിയുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പറക്കി നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ അടുക്കി കൊടുക്കാം കേട്ടോ. അത്യാവശ്യം വലിയ കഷ്ണമായതുകൊണ്ട് 4-5 പീസ് ഇട്ടപ്പോഴേ നമ്മുടെ പാൻ നിറഞ്ഞു കേട്ടോ. എന്തായാലും നമുക്കിത് ചെറു തീയിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് നല്ലപോലെ ഇനി ഫ്രൈ ചെയ്തെടുക്കാവേ. മീൻ വറക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ അവിടെ കൂട്ടിയടിക്കാനുള്ള പുട്ടിൻ്റെ പാത്രം നല്ലപോലെ ആയി വന്ന് തുടങ്ങി കേട്ടോ. നല്ലപോലെ വിശന്ന് തുടങ്ങി. അപ്പോൾ ഇനി ആമാശം തള്ളക്കി വിളിക്കുന്നതിന് മുമ്പ് നമുക്കിതൊക്കെ എടുത്ത് കഴിക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. വട്ടം കറക്കി എടുത്തുകൊണ്ട് പോകുന്ന നമ്മുടെ അടിപൊളി കാളാഞ്ചി കറിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ കാളാഞ്ചി പൊരിച്ചതും അതോടൊപ്പം തന്നെ പുട്ടും കുറച്ച് ബിരിയാണി റൈസും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നേരം പാതിരാത്രി ആയതുകൊണ്ട് തന്നെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അത്യാവശ്യം നല്ലപോലെ വിശപ്പായി. ഇനിയപ്പോൾ ഒരുപാട് ഡയലോഗ് അടിക്കാണ്ട് നമുക്ക് ഇവരെ കഴിക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കാളാഞ്ചി കൂട്ടിൻ്റെ തലയിൽ നിന്ന് തന്നെ തുടങ്ങാം. 6 കിലോയ്ക്ക് മുകളിൽ വലിപ്പമുള്ള മീനായതുകൊണ്ട് തല അത്യാവശ്യം വലുതായിരുന്നു കേട്ടോ. തലയിൽ നിന്നൊരു കഷ്ണം നുള്ളി എടുത്ത് അതിൻ്റെ ചാറും കൂട്ടി വായിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മോനെ കാളാഞ്ചി അല്ലേ ഐറ്റം. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കേട്ടോ.
ഇതൊക്കെ കണ്ട് വായിൽ വെള്ളം വന്ന് ഇനിയും പിടിച്ചു നിന്നാൽ എൻ്റെ ആമാശയം എന്നെ തെറി വിളിക്കുമെന്നുള്ള പേടി കൊണ്ട് ഞാനൊരു കഷ്ണം പുട്ടെടുത്ത് വെച്ചു. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാളാഞ്ചിയുടെ കറിയും വാരി ഒഴിച്ചു. ഇനി നമ്മുടെ സാധനം മിസ്സിങ് ഉണ്ടല്ലോ, എന്ത് നമ്മുടെ മീൻ വറുത്തതേ, അവനെ കൂടി എടുത്തിങ്ങനെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പ്രത്യേകിച്ച് ഒന്നും നോക്കാനല്ല, കഴിച്ചു തുടങ്ങാം കേട്ടോ. ബട്ടറിൽ പൊരിച്ചെടുത്ത കാളാഞ്ചിയുടെ ഒരു പീസ് ഇങ്ങനെ കിള്ളിയെടുത്ത് വായിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ നാവിലെ രുചിമുകളങ്ങൾ കിടന്ന് തുള്ളിച്ചാടുന്നത് അറിയാൻ പറ്റി കേട്ടോ. അതൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വറുത്ത മീൻ ഇത്രയും ടേസ്റ്റ് ആണെങ്കിൽ ഇനി പാല് പിഴിഞ്ഞ് വെച്ച് നമ്മുടെ കറിക്ക് എന്താ അവസ്ഥ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പുട്ടെടുത്തു, അതിൻ്റെ മുകളിലേക്ക് കഷ്ണം വെച്ചു, ഗ്രേവിയും കൂട്ടി നമ്മുടെ നേരെ വായിലേക്ക് ഇങ്ങോട്ട് വെച്ചു കേട്ടോ. എൻ്റെ പൊന്നു മോനെ, വറുത്തത് കിടിലമാണെങ്കിൽ പാല് പിഴിഞ്ഞ് വെച്ചത് കിക്കിടിലും. പാല് പിഴിഞ്ഞ് വെച്ച മീൻകറിയും അതുപോലെ ചൂട് പറക്കണം നമ്മുടെ അരി പുട്ടും, എച്ചാതി കോമ്പിനേഷൻ. പുട്ടും മീൻകറിയെ കുറിച്ചുള്ള എൻ്റെ വർണ്ണന കേട്ടപ്പോൾ പുട്ട് വേണ്ട നെയ്ച്ചോറ് പതി എന്ന് പറഞ്ഞ ആൾക്കാർ വരെ പുട്ടിലേക്ക് തിരിഞ്ഞു കേട്ടോ. എന്നാൽ പിന്നെ പൊരിച്ച മീനും മീൻകറിയും പുട്ടും കൂടി ഒരുമിച്ച് പിടിച്ചാൽ എങ്ങനെയുണ്ടാവും എന്നായി ഉണ്ണിച്ചേട്ടൻ്റെ ചിന്ത. ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി വായിലേക്ക് വെക്കുമ്പോൾ പ്രത്യേകിച്ച് ഇനി അഭിപ്രായം ഒന്നും പറയാണ്ട് തന്നെ ഉണ്ണിച്ചേട്ടൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം ഇതിൻ്റെ താഴെ കമൻറ്റായിട്ട് പറയാൻ മറക്കണ്ട കേട്ടോ. എന്നാൽ പിന്നെ ഞങ്ങളിത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇനിയും ഇതുപോലെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. എന്നാൽ പിന്നെ ഇതുപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ ഞാൻ ബിപിൻ പി ബെന്നി സൈനിങ് ഔട്ട്.